നമസ്കാരം. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ സന്തോഷം പ്രകടിപ്പിച്ച് നടിയും മോഡലുമായ റിനി ആൻ ജോർജ്. റിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാവരും കൂടി കുഴിച്ചുമൂടാൻ നോക്കിയ ഒരുത്തനില്ലേ, നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ. വനവാസമല്ല, പട്ടാഭിഷേകം. മുഖ്യമന്ത്രി കസേരയിലെത്താൻ വി.ഡി. സതീശൻ താണ്ടിയ കടമ്പകൾ. പത്മനാഭന്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. ഇങ്ങനെയാണ് റിനി കുറിച്ചത്. തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടിയപ്പോഴും പ്രതികരണവുമായി റിനി രംഗത്ത് വന്നിരുന്നു. വി.ഡി. സതീശൻ പറഞ്ഞ ഓരോ വാക്കും കൃത്യമായിരുന്നുവെന്നും കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ ചാണക്യനാണ് സതീശനെന്നും റിനി കുറിച്ചു. സാക്ഷാൽ കെ കരുണാകരൻ ഭാവിയുടെ വാഗ്ദാനം എന്ന് വാഴ്ത്തിയ നേതാവാണ് വി.ഡി. സതീശൻ. മറ്റാരുണ്ട് VDS അല്ലാതെയെന്നും റിനി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. എന്തായാലും കേരളത്തിൽ UDFന്റെ വമ്പൻ വിജയത്തിന് പ്രതികരണവുമായി അന്നും റിനി രംഗത്ത് വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സതീശൻ മുഖ്യമന്ത്രിയായപ്പോഴും ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4-ന് MLA-മാരുടെ യോഗം ചേർന്ന് ഔദ്യോഗികമായി തെരഞ്ഞെടുക്കും. ഇന്ന് 7 മണിക്ക് ഗവർണറെ കാണും. UDF കക്ഷി നേതാക്കളെയും വിളിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ നടക്കുക. മുന്നൊരുക്കങ്ങൾ പൊതുഭരണ വകുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. സ്ഥാനാരോഹണ ചടങ്ങ് ആഘോഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത്. എന്തായാലും 10 ദിവസത്തെ ഉദ്യോഗഭരിതമായ കാത്തിരിപ്പിനൊടുവിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്ന് സതീശൻ പറഞ്ഞു. കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരാണ് തന്നെ ഇതിന് പ്രാപ്തനാക്കിയത്. ടീം UDF ആണ് തന്നെ ഈ നിലയിൽ എത്തിച്ചത്. പ്രവർത്തകരോട് തനിക്ക് വലിയ കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ തന്നെയാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. വളരെ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. റിസൾട്ട് വന്നിട്ടും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ദിവസങ്ങൾ നീണ്ടുപോയിരുന്നു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രചരണം തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗത്തിലും രമേശ് ചെന്നിത്തല പങ്കെടുക്കാനുള്ള സാധ്യതയും കുറവാണ്.